ഹായ് ഓൾ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദ എവല്യൂഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ദെൻ vs നൗ. അതായത് നമ്മളെല്ലാവരും പല ആളുകളും ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും. സോ നമ്മൾ പലപ്പോഴും നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു ഇൻഡസ്ട്രി എപ്പോൾ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ പണ്ടുള്ള ആളുകൾ എങ്ങനെയായിരുന്നു ഈ ഒരു ബിസിനസ്സിൽ സജീവമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അന്നത്തേതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നിത് തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിനപ്പുറത്തേക്ക് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ബിസിനസ് മോഡൽ മുമ്പ് മുതൽ, അതായത് ഒരു 18ാം നൂറ്റാണ്ട് മുതൽ 18th സെഞ്ച്വറി മുതൽ ഈ ഒരു കൺസെപ്റ്റ് നിലവിലുള്ളതാണ്. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്നുള്ള ആ ഒരു മോഡൽ, അതായത് നേരിട്ടുള്ള കച്ചവടം എന്നുള്ള ഒരു മെത്തേഡിൽ തന്നെ പണ്ട് മുതലേ ചെയ്തു വന്നിരുന്ന ഒരു ബിസിനസ് മോഡലാണിത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്, അതായത് പ്രൊമോട്ട് ദ പ്രോഡക്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്, ആ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡലിലേക്ക് എത്തുന്നത് അറൗണ്ട് ഒരു 1945-ലാണ്. അതായത് കാലിഫോർണിയ വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിലവിൽ ആദ്യമായിട്ട്, അതായത് ആ ഒരു 1945 ഈ ഒരു ബിസിനസ് മോഡൽ ഫോളോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിഫോർണിയ വൈറ്റമിൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡൽ പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസം ഇന്നത്തെ ഈ ഒരു ബിസിനസ്സിൽ, ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ ഒരു എന്താ പറയുക, രാപ്പകൽ വ്യത്യാസം എന്നൊക്കെ പറയാൻ പറ്റും. ആ ഒരു തരത്തിലേക്ക് വ്യത്യാസം, അതായത് ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഇന്നത്തെ കാലത്ത്, അതിനപ്പുറത്ത് വലിയ കുറേ പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കിയാലോ. അതായത് പണ്ടത്തെ ബിസിനസ്സിൽ നിന്നും ഇപ്പോഴത്തെ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചാനൽസാണ്. കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, പണ്ടെങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. പണ്ടത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡ്സുകൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ഫിസിക്കൽ മീറ്റിംഗ്സ് മാത്രമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പ്രോസ്പെക്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടീം മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പോലും എല്ലാം ഫിസിക്കൽ മീറ്റിംഗ്സ് ത്രൂ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ കോൾഡ് കോൾസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഈ പറയുന്ന കോൾഡ് കോൾസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ അതിന് ഒരുപാട് പരിമിതികൾ ഇന്നത്തെ കാലത്ത് ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പരിമിതികൾ അന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്, അല്ലേ? ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് വിട്ടിരുന്നുകൊണ്ട്, എൻ്റെ നാട്ടിലിരുന്നുകൊണ്ട് കാസർഗോഡുള്ള ഒരു വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യണം, ആ ഒരു വ്യക്തിയിലേക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് എത്തിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യുക, എനിക്ക് ഡിജിറ്റലി തന്നെ ആ ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാനും എനിക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാസർഗോഡുള്ള പ്രോസ്പെക്റ്റ് ആണെങ്കിൽ ഞാൻ അവിടേക്ക് യാത്ര ചെയ്ത് അവിടെ പോയി ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡയറക്റ്റ്ലി മീറ്റ് ചെയ്ത് മാത്രമേ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളായിരുന്നു, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു, ബിസിനസ് നടത്താൻ പറ്റുള്ളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ കാലത്ത് അത് വളരെ സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ ഒരുപാട് മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ട് ലോകത്തിലുള്ള ഏത് വ്യക്തികളെയും, ലോകത്തെവിടെയുള്ള വ്യക്തികളെയും നമുക്ക് കണക്ട് ചെയ്യാനും അവരുമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിന് എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? ലീഡ് ജനറേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, ലീഡ് ജനറേഷൻ എന്ന് പറയുന്നതാണ് ഒരു ബിസിനസ്സിന്, ഏതൊരു ബിസിനസ്, അത് ട്രഡീഷണൽ ബിസിനസ് ആയിക്കോട്ടെ, ഫ്രാഞ്ചൈസി ബിസിനസ് ആയിക്കോട്ടെ, അത് പീപ്പിൾ ഫ്രാഞ്ചൈസി ബിസിനസ് ആയിക്കോട്ടെ, ഏതിലും ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലീഡ് ജനറേഷനിൽ പണ്ടത്തെ കാലത്തുള്ള വ്യത്യാസം എന്താണ്, ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്? പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ഏരിയാസിൽ മാത്രമേ അവർക്ക് ലീഡ് ജനറേഷൻ പോസിബിൾ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ പറയുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് ലീഡ് ജനറേറ്റ് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, അതിൽ അല്ലെങ്കിൽ ഡോർ ടു ഡോർ സെയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലീഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ റീച്ചാണ്. അതായത് ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്കിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലുള്ള ലീഡ്സിനെ വരെ എന്നിലേക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് ഇന്നുണ്ട് എന്നുള്ളതാണ്
ഈ ഒരു വിഷയത്തിൽ ലീഡ് ജനറേഷൻ്റെ വിഷയത്തിൽ ഈ പണ്ടത്തെ കാലത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സോ ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത് പലരും പറയാറുണ്ട്, ഇപ്പോൾ ലീഡ് ജനറേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ പറയുന്ന ഇന്നത്തെ കാലത്തുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ പണ്ടത്തെ കാലത്തെ ആളുകൾ എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുള്ളായി നിന്നിരുന്നു. അന്നത്തെ കാലത്തെ ബിസിനസ്സൊന്നും ഫ്ലോപ്പല്ല, അവരൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു, നല്ല നല്ല ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലീഡ് ജനറേഷനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നമുക്ക് ഗ്ലോബലി നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോഡക്ട്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് എത്തിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ലീഡ് ജനറേഷനിൽ ഏറെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ടീമിനെ ഡെവലപ്പ് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യം. അത് പണ്ട് മുതലേ ഉള്ളൊരു സംഭവം തന്നെയാണ്. ഏതൊരു ബിസിനസ്സിലും ഇത് പ്രധാന ഘടകം തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നമുക്ക് നോക്കാം. പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഓഫ്ലൈൻ സെമിനാഴ്സ് ആയിരുന്നു. അതായത് ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസ്. ഇപ്പോൾ എൻ്റെ ടീം പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കൂടി അവരെ എല്ലാം കണക്ട് ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ നോളജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒത്തുകൂടി അവിടെ ഫിസിക്കലായിട്ട് എല്ലാവരും ജോയിൻ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ട്രെയിനിങ്സ് പങ്കെടുക്കണം. ഈ പങ്കെടുക്കുന്നതിലൂടെ മാത്രമാണ് അവർക്ക് നോളജ് കിട്ടുന്നത്. അല്ലാതെ അവർക്ക് നോളജ് കിട്ടാനോ അല്ലെങ്കിൽ ട്രെയിൻഡായിട്ട് മാറാനോ അവർക്ക് വേറെ ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. അവർക്ക് എവിടെയെങ്കിലും ഒരു സംഘടിപ്പിച്ച് ഒരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് എവിടെയെങ്കിലും ഒത്തുകൂടുക, അവിടെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക, അവിടെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക, ഡെവലപ്മെൻറ്റിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാത്രമേ അന്ന് പോസിബിൾ ആകുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ട്രെയിനിങ്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് യൂട്യൂബ്, അതുപോലെ തന്നെ ഗൂഗിൾ, അങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് ഇന്നുണ്ട്. നമുക്ക് എന്തൊരു വിഷയത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇന്ന് നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. പക്ഷേ പണ്ടത്തെ കാലത്തെ ആളുകളെ അപേക്ഷിച്ചിട്ട് അവരെ ആ ഒരു ബിസിനസ് രീതികളെ അപേക്ഷിച്ചിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്തൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ഇപ്പം നമ്മൾ മറ്റൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സെൽഫായിട്ട് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇന്നിപ്പോൾ നമുക്ക് ഓൺലൈനിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൂടെ നമുക്ക് എന്തൊരു വിഷയത്തിനെക്കുറിച്ച് പഠിക്കണോ അത് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് എന്നുള്ളതാണ് പണ്ടത്തെ കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ടീമിലുള്ള വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവരെയും ഒത്തൊരുമിച്ച് എനിക്ക് എന്താ പറയുക, സൂം, ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ എനിക്ക് എല്ലാവരെയും കണക്ട് ചെയ്യാനും എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്നുണ്ട്. സോ ഇതാണ് മറ്റൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തും ദെൻ ആൻഡ് നൗ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഡിഫറൻസ് എന്താണ്? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതൊരു ബിസിനസ്സിലും വേണ്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ബിൽഡ് ദ ട്രസ്റ്റ്. അതായത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അത് ഇപ്പോഴത്തെ കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് നമുക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ കുറേ പോരായ്മകളുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രസ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് വരികയാണെങ്കിൽ ഓൺലൈനാണ്. ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ഓൺലൈനിലൂടെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓൺലൈനിൽ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അവനൊരു 100 ഫേക്ക് ഓപ്പർച്യൂണിറ്റിയിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാരും പല ഓപ്പർച്യൂണിറ്റികളിലും പോയി പെട്ടിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം ഇന്ന് ഓൺലൈനിൽ ഒരുപാട് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കാനും സെൽഫായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും അല്ലെങ്കിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിലേക്ക് കാലെടുത്ത് വെക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജി വളർന്നതിനൊപ്പം സ്കാമുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഏതൊരു സെയിൽസിൻ്റെ ട്രെയിനിങ്ങിലും പ്രധാനമായിട്ട് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഉള്ളതാണ്. അതൊരു
ടോപ്പിക്കേ അല്ലായിരുന്നു. സെയിൽസിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കേ അല്ലായിരുന്നു. കാരണം അവർക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ അതിന് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇന്നത്തെ കാലത്ത് വരികയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അതിലൂടെ തന്നെ ഈ പറയുന്ന ടെക്നോളജി വളർന്നതിനൊപ്പം നമ്മുടെ ഒരുപാട് സ്കാംസുകളും വളരുന്നുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്തു, ഒരുപാട് ആളുകൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിലും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിവിടെ ഉദ്ദേശിച്ചത് മാർക്കറ്റാണ്, നമ്മുടെ മാർക്കറ്റ്. അതായത് പണ്ടത്തെ കാലത്ത് ഉള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ, അവരുടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ അവരുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ആണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് കടക്കാനുള്ള സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ഡിഫറൻസ് എന്താണ്? നമ്മുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, അവിടെ ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് വേൾഡ് വൈഡ് മാർക്കറ്റ് ഓപ്പൺ ആയി കിടക്കുകയാണ്. സോ നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും എങ്ങനെ വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്തെത്തിക്കാനുമുള്ള ഒരുപാട് ടെക്നോളജി ഇന്ന് വളർന്നിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് ഭയങ്കരമായിട്ട് വളരാനുള്ള ഒരുപാട് വലിയ വലിയ സാഹചര്യങ്ങളുണ്ട്, വലിയ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് ഒരു പരിധിക്കപ്പുറം മാർക്കറ്റിലേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അതിനുള്ള സാഹചര്യങ്ങളില്ല, ടെക്നോളജീസ് ഇല്ല. അതുപോലെ തന്നെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ചെയ്ത് അത്രയും ടൈം അവർ സ്പെൻഡ് ചെയ്ത് അത്രയും എന്താ പറയുക എക്സ്പെൻസിലൂടെ അവരെന്ത് ചെയ്യണം, ട്രാവൽ ചെയ്ത് അവിടെ എത്തണം. അന്നത്തെ സാഹചര്യങ്ങളിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു കാലഘട്ടത്തിലുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഭയങ്കര ഒരു ഡിഫറൻസ്, പണ്ടത്തേതിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നിപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്കും നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്യാനും ടീമിനെ ഡെവലപ്പ് ചെയ്യാനും ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാനും കസ്റ്റമറിനെ ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത്. സോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ വേൾഡ് ഈസ് അവർ മാർക്കറ്റ്. ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നമുക്ക് എന്താ പറയുക, പരിമിതികളില്ല, നമുക്കൊരു ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് വേൾഡ് വൈഡ് നമ്മുടെ മാർക്കറ്റ് ഓപ്പണായി കിടക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും ബിസിനസ്സിനെ എത്തിക്കാം, നമ്മുടെ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാം, നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യാം. എല്ലാ തരത്തിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ദ വേൾഡ് ഈസ് അവർ മാർക്കറ്റ്. സോ ഈ ഒരു കാര്യങ്ങളാണ്, 5 പോയിന്റുകളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.